ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നേന്ത്രപ്പഴവും മുട്ടയും കൊണ്ട് വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ ഒരു കിടിലൻ സ്നാക്സിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നിങ്ങളെല്ലാവരും വീഡിയോ ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കാണണം. വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറന്നു പോകല്ലേ. അപ്പോൾ അതിനുവേണ്ടി ഞാൻ ഇവിടെ ഒരു നേന്ത്രപ്പഴം എടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ല പഴുത്ത നേന്ത്രപ്പഴം തന്നെയാണ്. ഇനി ഇതിൻ്റെ ആ ഒരു തൊലിയെല്ലാം ഒന്ന് മാറ്റിയ ശേഷം നമുക്ക് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമുക്ക് ഏത് ഷേപ്പിൽ വേണമെങ്കിലും കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ആദ്യം റൗണ്ടിന് കട്ട് ചെയ്യാമെന്ന് വിചാരിച്ച് പിന്നെ നമ്മൾ പഴംപൊരിക്കൊക്കെ തയ്യാറാക്കുന്ന ആ രീതിക്കാണ് ഞാൻ കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നല്ലതുപോലെ കട്ടി കുറച്ചാണ് നമുക്കിത് അരിഞ്ഞെടുക്കാൻ. അപ്പോൾ സ്കൂൾ വിട്ട് വരുന്ന കുട്ടികൾക്കൊക്കെ പെട്ടെന്ന് തയ്യാറാക്കി കൊടുക്കാൻ പറ്റിയ നല്ലൊരു പലഹാരമാണ് കേട്ടോ. പഴം കഴിക്കാൻ ഇഷ്ടമില്ലാത്ത കുട്ടികൾക്കൊക്കെ ഇതുപോലെ തയ്യാറാക്കി കൊടുക്കുകയാണെങ്കിൽ ഒത്തിരി ഇഷ്ടത്തോടെ അവർ കഴിക്കും കേട്ടോ. അപ്പോൾ ഞാനവിടെ പഴം എല്ലാതായി നീളത്തിന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ഈ ഒരു പഴത്തിൽ മാവ് മുക്കിയെടുക്കണം. നമ്മൾ പഴം പൊരിക്കൊക്കെ ആണെങ്കിൽ നമ്മൾ മാവ് കലക്കിയല്ലേ മുക്കിയെടുക്കണം. ഞാൻ ഇവിടെ കുറച്ച് മൈദാമാവ് എടുത്തിട്ട് അതിലേക്ക് ഓരോ പഴം വീതം വെച്ച് കോട്ട് ചെയ്തെടുക്കുകയാണ്. ആ ഒരു മാവിൽ പഴം മുക്കി നമ്മളെല്ലാം മാറ്റിയെടുക്കുകയാണ്. നമ്മൾ പഴംപൊരി തയ്യാറാക്കുമ്പോൾ നമ്മൾ മാവൊക്കെ കലക്കിയാണ് പഴംപൊരി തയ്യാറാക്കുന്നത്. ഇതൊരു വെറൈറ്റി പലഹാരമാണ് കേട്ടോ. അപ്പോൾ ഞാനതവിടെ എല്ലാ പഴത്തിലും ഇതുപോലെ മാവ് തേച്ച് കൊടുത്തിട്ടുണ്ട്. ഞാൻ എല്ലാം അതവിടെ തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്കുള്ള ഒരു കോട്ടിങ് തയ്യാറാക്കി എടുക്കണം. അതിനുവേണ്ടി ഞാൻ ഇവിടെ 2 മുട്ടയാണ് ഒരു ബൗളിലേക്ക് പൊട്ടിച്ചൊഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് 1 സ്പൂൺ അളവിൽ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് മധുരം കൂടുതൽ വേണമെങ്കിൽ കുറച്ചും കൂടി പഞ്ചസാര ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഇവിടെ മധുരം അധികം ഇഷ്ടമില്ലാത്തതുകൊണ്ട് തന്നെ 1 സ്പൂൺ അളവിലാണ് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നത്. അതിനുശേഷം ഈ മുട്ടയും പഞ്ചസാര എല്ലാം കൂടി നല്ലതുപോലെ യോജിപ്പിച്ചെടുക്കണം. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ വേണമെങ്കിൽ വാനില എസൻസ് ചേർത്ത് നമുക്ക് ഏതെങ്കിലും എസൻസ് വേണമെങ്കിൽ നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം. ഞാൻ ഇവിടെ കുറച്ച് ഏലക്കപ്പൊടി മാത്രമേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ. അതും കൂടി ചേർത്ത് നല്ലതുപോലെ ആ ഒരു മുട്ട പതപ്പിച്ച് നല്ലതുപോലെ മിക്സാക്കി എടുക്കണം. അപ്പോൾ പഞ്ചസാര നല്ലതുപോലെ അലിഞ്ഞ് കിട്ടണം കേട്ടോ. അടുത്ത് നമുക്ക് വേണ്ടത് കുറച്ച് ബ്രെഡിൻ്റെ പൊടിയാണ്. അപ്പോൾ ഞാൻ 2 ബ്രെഡ് എടുത്ത് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്ത് പൊടിച്ചെടുത്തതാണ്. അതാ ഇവിടെ ഒരു പാത്രത്തിലേക്ക് തട്ടി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഏത്തപ്പഴം ആ ഒരു മുട്ടയിൽ മുക്കിയ ശേഷം നമുക്ക് ഈ ഒരു ബ്രെഡിൻ്റെ പൊടിയിലേക്ക് നമുക്ക് തേച്ച് കൊടുത്ത ശേഷം നമ്മൾ നല്ലതുപോലെ കോട്ടിങ് ചെയ്തെടുത്ത ശേഷം എണ്ണയിലിട്ട് പൊരിച്ചെടുക്കാം കേട്ടോ. ആദ്യം നമുക്ക് ആ ഒരു മുട്ടയിലേക്ക് നമുക്ക് ഇതുപോലെ ഏത്തപ്പഴം മുക്കി കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഈ ഒരു ബ്രെഡ് ക്രംസിലേക്ക് നമുക്ക് ഇതുപോലെ നല്ലതുപോലെ ചുറ്റി കൊടുക്കാം കേട്ടോ. നമുക്ക് ആ ഒരു പൊടി നല്ലതുപോലെ ആ ഒരു പഴത്തിൽ നല്ലതുപോലെ മുങ്ങി നിൽക്കണം കേട്ടോ. അതിനുശേഷം നമുക്ക് ചൂടായി കിടക്കുന്ന എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ എണ്ണ നല്ലതുപോലെ ചൂടായ ശേഷം തീ കുറച്ച് വെച്ചിട്ട് വേണം നമുക്ക് ഈ ഒരു പഴം ഇതിലേക്ക് ഇട്ട് കൊടുക്കാൻ. അതിനുശേഷം നമുക്കിതിനെ ഒരു സൈഡ് വെന്ത് വരുമ്പോൾ നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ നല്ലതുപോലെ തീ കുറച്ച് വെച്ച് വേണം നമ്മളിതിനെ ഫ്രൈ ചെയ്തെടുക്കാൻ, അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകും. കാരണം നമ്മൾ ബ്രെഡിൻ്റെ പൊടിയിലൊക്കെ മുക്കിയെടുക്കുന്നതുകൊണ്ട് തന്നെ പെട്ടെന്ന് ആ പുറം ഭാഗം കരിഞ്ഞു പോകും. അപ്പോൾ നമ്മൾ തീ കുറച്ച് വെച്ച് ഇതുപോലെ തിരിച്ച് മറിച്ചിട്ട് നല്ലതുപോലെ ഫ്രൈ ചെയ്യാം. അപ്പോൾ ഇതിവിടെ നല്ലതുപോലെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഞാൻ എണ്ണയിൽ നല്ലതുപോലെ എണ്ണ ഊറ്റിയ ശേഷം നമുക്ക് ഒരു പാത്രത്തിലേക്ക് മാറ്റാം കേട്ടോ. അപ്പോൾ ഇതുപോലെ തന്നെ ബാക്കിയിരിക്കുന്ന എല്ലാം ഫ്രൈ ചെയ്തെടുക്കാം. അങ്ങനെ നല്ല സ്വാദിഷ്ടമായ വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ സ്നാക്സ് ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇതെല്ലാവരും ഒരിക്കലും തയ്യാറാക്കി നോക്കണം. വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എൻ്റെ കമൻറ്റ് ബോക്സിൽ കമൻറ്റായി അറിയിക്കാനും മറന്നു പോവല്ലേ.